എല്ലാവർക്കും നമസ്കാരം. ഈ തലക്കാവേരിയെ പറ്റിയുള്ള വീഡിയോസ് ഞാനിപ്പോൾ കുറേ എണ്ണം ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കുറേ ആൾക്കാർക്ക് തലക്കാവേരിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പോകാനുള്ള വഴികൾ. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ്, അവിടെ പോയൊരു ക്ലയൻറ്റ് എനിക്കൊരു വാട്സാപ്പിലൊരു എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഇത് അയച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം ഇവിടെ. അപ്പോൾ പരമാവധി പറ്റാവുന്ന ആൾക്കാർ പോവുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതൊരു കാട്ടുപ്രദേശം ആയതുകൊണ്ട് വാഹന സൗകര്യങ്ങൾ കുറവാണ്. അങ്ങോട്ടേക്ക് മടിക്കേരിയിൽ നിന്ന് 1.5 മണിക്കൂറാണ് അങ്ങോട്ടേക്ക് യാത്ര. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേര് കമ്പൈൻഡായിട്ട് നിങ്ങൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എനിക്കത് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ നല്ല തിരക്കാണ്. ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെസ്സേജുകൾ ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട് നമ്മുടെ വാട്സാപ്പിൽ. അപ്പോൾ ഡെയിലി 4 ആൾക്കാർ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4 ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സമയം കഴിഞ്ഞു, വൈകുന്നേരമോ. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ഒരു പ്രയാസമുണ്ട്. കാരണം കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് അധികവും. അപ്പോൾ ഒരു ചെറിയ തിരക്ക് ഒന്ന് കുറയുന്ന സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരെയും കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാനിത് അതിനു മുമ്പ് ഇതിനെപ്പറ്റി പറയാം. ഈ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലം ഒരു മലയുടെ മുകളിലാണ്. അവിടെ നിന്ന് ഈ കാവേരി നദി ഉത്ഭവിക്കുന്ന ഒരു ഉത്ഭവ സ്ഥാനമാണ്. അതൊരു കുളമാണ്, സ്ക്വയർ ഷേപ്പിലുള്ളൊരു കുളമാണ് ഈ സ്ഥലം. അതിനുള്ളിൽ നിന്നാണ്, അടിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അതാണ് തലക്കാവേരി എന്ന് പറയുന്നത്. അവിടെ ഭാഗമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറിയാണ് പോകുന്നത്. ബസ് സർവീസ് അവിടെ കുറവാണ് തലമേനെ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ബസ്സുകളൊന്നുമില്ല. പിന്നെ കാടാണ്, നല്ല കാട്ടുപ്രദേശമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ കർണാടക സംസ്ഥാനത്താണ് ഉള്ളത്. അത് മടിക്കേരി എന്ന് പറയുന്നതായ സ്ഥലത്തിനടുത്താണ്, കൊടക് ജില്ല. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനിത് വായിക്കാം. കണ്ണൂർ, കാഞ്ഞങ്ങാട്, തലശ്ശേരി ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങുക. എവിടെന്നെങ്കിലും വന്ന ആൾക്കാരാണെങ്കിലും അവിടെ ഇറങ്ങുക. കണ്ണൂരിൽ നിന്നാണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ രാവിലെ 9 മണി വരെ ഉണ്ട്. അതിൽ ചിലത് ഡയറക്റ്റ് മടിക്കേരി വരെ പോകുന്ന ബസ്സുകളുണ്ട്. മടിക്കേരി ബസ് കണ്ണൂരിൽ നിന്ന് 6:15 മഞ്ജുനാഥ എന്ന കർണാടക പ്രൈവറ്റ് ബസ്സാണ്. ബാക്കി ലക്ഷ്മി എന്ന പ്രൈവറ്റ് ബസ്സാണ്. പക്ഷേ അത് വിരാജ്പേട്ട എന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ മടിക്കേരി ഭാഗമണ്ഡലക്ക് ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് അവിടെ ഇറങ്ങിയിട്ട് പോയാൽ മതി. ചിലത് തലക്കാവേരി വഴിയുള്ള കർണാടക KSRTC ഉണ്ട്. കൊടക് 40% മലയാളികളാണ്. കർണാടകവും നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. പിന്നെ കാഞ്ഞങ്ങാട് പോയിട്ടാണെങ്കിൽ അവിടെ നിന്ന് പാണത്തൂർ ഭാഗമണ്ഡല വഴി ബസ്സുണ്ട്. ടൈമിങ് കറക്റ്റ് അറിയില്ല. തലശ്ശേരിയിൽ നിന്നാണെങ്കിൽ വിരാജ്പേട്ട, മൈസൂർ ബസ്സുകൾ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. വിരാജ്പേട്ട ഇറങ്ങി ബാക്കി മേലെ പറഞ്ഞതുപോലെ മടിക്കേരി, ഭാഗമണ്ഡല, തലക്കാവേരി ബസ് പിടിക്കുക. രാവിലെ 9 തൊട്ട് 1:30 വരെയാണ് സ്നാനം. പിന്നെ നട തുറക്കുന്ന 3 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. 4 മണി വരെ സ്നാനം ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു സുഹൃത്ത്, ഇവിടെ ക്ലയൻറ്റാണ്. അദ്ദേഹം ഇവിടെ സെഷൻ ചെയ്യാൻ വേണ്ടി വന്ന് നല്ല അനുഭവം കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പോയതിന് ശേഷം ഇവിടെ വന്നിട്ടാണോ പോയെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം അതിനുശേഷം പോയാണെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ പുള്ളി എനിക്ക് അയച്ചു തന്നേക്കണ ഒരു ഇതാണ്, സന്ദേശമാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ വായിച്ചത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ട്രെയിൻ മാർഗ്ഗമാണെങ്കിലും ഈ പറഞ്ഞ കണ്ണൂർ, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ ഇറങ്ങേണ്ടി വരും. അവിടെ ഇറങ്ങിയിട്ട് ഈ പറയണ പോലെ ബസ്സിൽ തന്നെ നിങ്ങൾ പോകേണ്ടി വരും. പിന്നെ കാറിനാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് ഈസി ആയിട്ട് പോകാമെന്നേ ഉള്ളൂ. അതിനകത്ത് പാണത്തൂർ വഴിയാണ് ഏറ്റവും നല്ലത്. ഈ മട്ടന്നൂർ വഴി പോകുമ്പോൾ, മട്ടന്നൂർ വഴി പോയിട്ട് അങ്ങനെ കൊടകിൽ കൂടി കറങ്ങി പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വഴിക്കാണ് പോയത്. അത് നിറയെ ഗട്ടറാണ്, റോട്ടിൽ ഭയങ്കര കുണ്ടും കുഴിയാണ്. ചാടി അവിടെ നമുക്ക് ആവശ്യതയായി. പാലക്കാടുള്ള എൻ്റെ 2 ക്ലയൻസിനെ ഞാൻ പറഞ്ഞയച്ചപ്പോഴും അവരും ആ വഴിക്കാണ് പോയത്. അവരും ഇതുപോലെ തന്നെ ചാടി ആവശ്യതയായെന്ന് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പാണത്തൂർ വഴി പോകാൻ ശ്രമിക്കുക, കാറിന് പോകുന്ന ആൾക്കാർ. പാണത്തൂരിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. ഒരു ഇടയിലൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ മാത്രം കുറച്ച് ടാറിങ് നടക്കുന്നുണ്ട്. ബാക്കി റോഡുകൾ നല്ലതാണ്.
പിന്നെ വഴിക്ക് വീതി കുറവാണെന്ന് അത്രേ ഉള്ളൂ, പക്ഷേ ബസ്സുകൾ കുറവാണ്. പിന്നെ രാത്രി നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് പോകാതിരിക്കുക. കാരണം വണ്ടിയൊക്കെ കേടായി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു മനുഷ്യക്കുഞ്ഞുണ്ടാവില്ല, കാടാണ്. അതുകൊണ്ട് പരമാവധി ഒരു അധികം രാത്രിയാവുന്നതിന് മുമ്പ് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അങ്ങോട്ടേക്ക് എങ്ങനെ പോകാമെന്നുള്ളതിനെ പറ്റി. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. പരമാവധി എല്ലാവരും പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അവിടെ പോയി കുളിച്ച് നന്മയൊക്കെ ഉണ്ടാവട്ടെ, നിങ്ങളുടെ തലവര മാറട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളുടെ ഈ ജിതിനൊരു ഓഡിയോ ക്ലിപ്പ് കൂടി അയച്ചിട്ടുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. അത് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ ക്ലിയർ ആവും. തലക്കാവേരിയിൽ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ബെറ്റർ ആയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നും. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ ഇപ്പൊ നമുക്ക് ട്രെയിൻ മാർഗവും അതായത് ഇങ്ങനെ ബസ്സിലാണെങ്കിലും ഇപ്പൊ കണ്ണൂർ എത്തിയിട്ട് കാൽടെക്സ് പറഞ്ഞ സ്ഥലമുണ്ട്. കാൽടെക്സ് അവിടെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. ആ കാൽടെക്സിന്റെ അവിടെ മുന്നിലോട്ട് തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകളെല്ലാം വരുന്നത്. ഏകദേശം 6 മണി 5:45 എത്തിക്കഴിഞ്ഞാൽ 5:45 തൊട്ടിട്ട് KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളായിട്ട് ഒരു കണ്ടിന്യൂസ് ഏകദേശം 9 മണി വരെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ നടക്കുന്ന ബസ്സുണ്ട്. അത് എന്തായാലും ഒരു 7 മണി വരെ 5:45 തൊട്ട് 7 മണി വരെ ഒരു 4 മണിക്കൂർ ഇൻ ബിറ്റ്വീൻ ബസ്സസ് ഉണ്ട്, പ്രൈവറ്റ് ആയാലും KSRTC ആയാലും. അതിൽ ഒന്ന് പറഞ്ഞാൽ മടിക്കേരി ഡയറക്റ്റ് പോകുന്ന മഞ്ജുനാഥ് എന്ന മറ്റൊരു ബസ്സുണ്ട്. അതിന്റെ പേര് അങ്ങനെയാന്ന് മാറി എന്ന് പറഞ്ഞാൽ മഞ്ജുനാഥയാണ് ഒന്ന്. പിന്നെ ഉള്ളത് KSRTC തന്നെ അതേ പേരിൽ തന്നെ അത് മടിക്കേരിയിലേക്ക് രാവിലെ തന്നെയുണ്ട്, ഏകദേശം 5:45 6 മണി ടൈമിൽ. പിന്നെ വരുന്നത് ഏകദേശം ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണി തൊട്ട് പിന്നെ ലക്ഷ്മി നാട്ടിലെ ബസ്സുകളാണ്. ഇതൊക്കെ വിരാജ്പേട്ട വരെയാണ് ഉള്ളത്. വിരാജ്പേട്ട ഇത് ഗോണിക്കുപ്പ അങ്ങനെ മൈസൂർ അങ്ങോട്ടേ പോകുന്നത്. അപ്പൊ ഈ വിരാജ്പേട്ട ഇറങ്ങിയാലും മതി. ഡയറക്റ്റ് മടിക്കേരി ബസ് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ വിരാജ്പേട്ട ഇറങ്ങാം. വിരാജ്പേട്ട എന്ന് പിന്നെ ഇഷ്ടംപോലെ കർണാടകയിലെ ബസ്സും കിട്ടും, കർണാടക സ്റ്റേറ്റ് ബസ് KSRTC അതും KSRTC തന്നെയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇത് നേരെ പോകുന്നത് ഒന്നെങ്കിൽ മടിക്കേരി പോകുന്ന ബസ്സുകളുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഭാഗമണ്ഡല. ഇനി അതുമല്ല തലക്കാവേരി ഡയറക്റ്റ് ബസ് കിട്ടുന്നത് ഏറ്റവും ബെറ്ററാണ്. അത് അവിടെ ഇറങ്ങിയിട്ട് മലയാളികൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. മലയാളികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഒന്നിക്കൽ വിരാജ്പേട്ട ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയാൽ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ തരും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മാക്സിമം ഒരു 12 മണിക്ക് മുമ്പേ അവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അങ്ങനെ എത്തുകയാണെങ്കിൽ 1:30 വരെ കറക്റ്റ് സ്നാനം ചെയ്യാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കാണ് അടുത്ത് തുടങ്ങുന്നത്. 3 മണി തൊട്ടിട്ട് വൈകുന്നേരം 4 മണി വരെയായിട്ടാണ്. മാക്സിമം രാവിലെ എത്തുന്ന തോതിൽ എന്താ പറയുക 5:45 കണ്ണൂർ എത്തിച്ചേരുക. കാഞ്ഞങ്ങാട് എന്നുള്ളത് പിന്നെ ഇടക്ക് പോയി അത് കാഞ്ഞങ്ങാട് പാണത്തൂര് ഭാഗമണ്ഡലം അങ്ങനെയാണ്. അത് കാഞ്ഞങ്ങാട് പാണത്തൂര് പോയി പാണത്തൂരിൽ നിന്ന് ഭാഗമണ്ഡല ബസ് ഉണ്ടാവും. ഈ ഭാഗമണ്ഡലം എന്ന് പറയുന്നത് തലക്കാവേരിന്റെ തൊട്ടടുത്തുള്ള ടൗണാണ്. മടിക്കേരിന് അതായത് ഭാഗമണ്ഡലം എന്നൊരു 8 കിലോമീറ്ററാണ് തലക്കാവിലേക്ക് ടോപ്പിലേക്ക്. ഇനി അഥവാ ഇത് ഭാഗമണ്ഡലം വരെ ബസ് ഉള്ളതെങ്കിൽ അതിനെ കയറിയിട്ട് ഭാഗമണ്ഡലം നിന്ന് അവിടെ നിന്ന് ഒന്നിക്കിൽ ഓട്ടോ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ജീപ്പുകൾ ഉണ്ടാവും, ഷെയർ ജീപ്പുകൾ പറയും. അവരോട് അതും നിങ്ങൾക്ക് നേരെ മുകളിലേക്ക് തലക്കാവേരി വരെ പോകാവുന്നതാണ്. തലശ്ശേരി പോയാലും ഇങ്ങനെ തലശ്ശേരി ട്രെയിൻ ഇറങ്ങുന്നവർക്ക് തലശ്ശേരി രാവിലെ എത്തിയിട്ട് അവിടെ നിന്നും വിരാജ്പേട്ട ബസ്സുകൾ ഉണ്ടാവും, വിരാജ്പേട്ട അല്ലെങ്കിൽ മൈസൂര്. അപ്പം കഴിയുന്നത് നേരത്തെ തന്നെ ഒരു 6 മണി 6:30 എത്താൻ നോക്കുക. അപ്പൊ ആ സമയത്ത് പോകുന്നതാണ് എന്താ പറയുക 12 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ ഏറ്റവും ബെറ്റർ. അങ്ങനെ പ്ലാൻ ചെയ്ത് മാക്സിമം തലക്കാവി എത്താൻ നോക്കുക. അപ്പോൾ ജിതിൻ നമുക്ക് ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.